മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിൽ ജീവിതത്തിൻ്റെ സായംകാലത്ത്, അതായത് പ്രായമായ മാതാപിതാക്കൾക്ക് മധുരതരമായ അനുഭവം കൊടുക്കുന്ന മക്കളുടെ നല്ല കുടുംബം, അതുപോലൊരു കുടുംബത്തെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. മാനന്തവാടി രൂപതയിലെ വയനാട്ടിലെ കുടിയേറ്റ മേഖലയായ നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഫൊറോന ഇടവകയിലെ ഒരു നല്ല കുടുംബം. 1950 പാലാ സൈഡിൽ നിന്നുള്ള കുടക്കച്ചിറയിൽ നിന്ന് കുടിയേറിയ കോയിക്കാട്ടിൽ കുടുംബം, മത്തായി, മേരി, അവരുടെ മക്കൾ അടങ്ങുന്ന കുടുംബം. മാതാപിതാക്കൾ അവരുടെ വിവാഹത്തിൻ്റെ 55 വർഷം പൂർത്തിയാക്കുന്ന ഈ നിമിഷം ദൈവം നൽകിയ 6 മക്കളിൽ 3 പേർ ദൈവിക ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഫാദർ ബിജു മാനന്തവാടി രൂപതയിലെ ഒരംഗമായി ഓസ്ട്രേലിയയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ സിസ്റ്റർ ജാസ്മിൻ മരിയ CMC നടവയൽ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായി 2 ടേം നിർവഹിച്ച നല്ല ഒരു സമർപ്പിത. മറ്റൊരു സഹോദരി സിസ്റ്റർ ബിൻസി MSMI സഭയിലെ ബത്തേരി പ്രൊവിൻസിൻ്റെ ഫിനാൻസിൻ്റെ ചാർജ് വഹിക്കുന്ന സഹോദരി. ഇങ്ങനെ 3 പേർ ദൈവിക ശുശ്രൂഷയ്ക്കായും മറ്റ് 3 മക്കൾ കുടുംബജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുന്ന 3 കുടുംബങ്ങൾ. നല്ല ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കൊയ്ക്കാട്ടിൽ KT മത്തായി മേരി ദമ്പതികളുടെ ഭവനം. വയനാട് ജില്ലയിലെ നടവയലിലാണ് ഇവരുടെ ഭവനം. ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം ചർച്ച് നടവയലാണ് അവരുടെ ഇടവക ദേവാലയം. ഇതാണ് KT മത്തായി മേരി ദമ്പതികൾ. ദൈവവിശ്വാസം മുറുകെ പിടിച്ച് അതൊരിക്കലും കൈവിടാതെ മക്കൾക്കെല്ലാവർക്കും മാതൃകയാക്കി കൊടുത്ത അപ്പനും അമ്മയും. സ്നേഹബന്ധത്തിന്റെ വില ഇവരിൽ നിന്നും കണ്ടുപഠിക്കണം. ഞാൻ മാതാപിതാക്കളുടെ 2ാമത്തെ മകളാണ്. ഞാൻ ഇവിടെ CMC തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ CMC മാനന്തവാടി പ്രൊവിൻഷ്യൽ ഹൗസ്. ആ പ്രൊവിൻഷ്യൽ ഹൗസിലെ അംഗമാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ മഠത്തിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ എന്ന സ്ഥാനം വഹിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ തൊട്ടടുത്തുള്ള പുൽപ്പള്ളി ഹൗസിലേക്ക് സുപ്പീരിയറായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് അപ്പച്ചനെക്കുറിച്ചും അമ്മച്ചിയെക്കുറിച്ചും ഓർക്കുമ്പോൾ വളരെ സന്തോഷവും അഭിമാനവുമാണുള്ളത്. കാരണം തൊട്ടടുത്തായതുകൊണ്ട് മടത്തി പോകാൻ എനിക്ക് ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും അടുത്താണ് എൻ്റെ വീട് എങ്കിലും എനിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ അഭിമാനമാണ് ഇപ്പോഴും ഇവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ വലിയൊരു മോറൽ സപ്പോർട്ടായിരുന്നു ഇവരുടെ ജീവിതവും. എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ ഒരു കാര്യം ഓർക്കുമ്പോൾ. എനിക്ക് വളരെ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത്, ഞങ്ങൾ 6 മക്കളാണല്ലോ ഉള്ളത്. മക്കളും 3 പേരും ആദ്യത്തെ 3 പേരുമാണ് ദൈവവിളി സ്വീകരിച്ച് അച്ഛനാകാനും മഠത്തിലേക്കുമൊക്കെ പോയത്. അപ്പോഴും
അവരുടെ താല്പര്യങ്ങളോ സന്തോഷങ്ങളോ അവർക്ക് സഹായം കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത അപ്പച്ചനും അമ്മച്ചിയുമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമർപ്പണം നന്നായിട്ട് ജീവിക്കുവാനായിട്ട് വലിയൊരു പ്രോത്സാഹനമാണ്. മക്കളെല്ലാവരും മാസത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ സ്നേഹബന്ധം കൂടുതൽ ആഴപ്പെടുകയാണ്. ഞാൻ സിസ്റ്റർ ബിൻസി കോയിക്കാട്ടിൽ MSMI കോൺഗ്രിഗേഷനാണ്. വീട്ടിലെ മൂന്നാമത്തെ മോളാണ്. ഇപ്പോൾ ഞാൻ ക്രിസ്തുജ്യോതി പ്രൊവിൻഷ്യൽ ഹൗസ് ബത്തേരിയിൽ ഫിനാൻസ് ഓഫീസറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. വീടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മകളാണുള്ളത്. സഹോദരൻ ഒന്നിച്ചു വസിക്കുന്നത് എത്രയോ സന്തോഷപ്രദമാണ്. വീട്ടിൽ ഞങ്ങൾ ഇടയ്ക്ക് അവധിക്കാലത്ത് ഒന്നിച്ചു കൂടുമ്പോൾ എല്ലാവരും എത്തിപ്പെടാനായിട്ട് പരിശ്രമിക്കും. എല്ലാവരും ഒത്തുചേരുമ്പോൾ വളരെ സന്തോഷമാണ്. ഇടയ്ക്ക് ഞങ്ങൾ ഒന്നു ചേർന്ന് ഒരു ഔട്ടിങ്ങൊക്കെ വളരെ ഉല്ലാസപ്രദമാണ്, സന്തോഷകരമാണ്. ഒന്നിച്ചുള്ള ഭക്ഷണവും ഒന്നിച്ചുള്ള കളികളും, പ്രത്യേകിച്ച് ചെറുപ്പകാലത്തിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പന്ത് കളിക്കുമായിരുന്നു. അപ്പച്ചൻ ഒരു പന്ത് കളിക്കാരനായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നു ചേർന്ന് ടീമായിട്ട് പന്ത് കളിക്കുമായിരുന്നു. അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയാണ് ഇപ്പോഴും. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പ്രാർത്ഥനാ ജീവിതമാണ് എന്നെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്. അവരുടെ പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിച്ചു. പ്രത്യേകിച്ച് രാവിലെ ഉണർന്ന് ജപമാല ചൊല്ലി അമ്മച്ചി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്നെ ഒത്തിരി എനിക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. എൻ്റെ വെളിയെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ദൈവവിളി സ്വീകരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നും ഒട്ടും സമ്മതമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് MSMI സന്യാസ സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് അമ്മയുടെ ഒരു സന്യാസിനി സമൂഹത്തിൽ ചേരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സാധിച്ചു. അതിലേറെ അമ്മയുടെ സാന്നിധ്യമുള്ള ഒരു ഭവനത്തിൽ കൂടുതൽ വർഷക്കാലം ജീവിക്കാൻ, സന്തോഷത്തോടെ ആയിരിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. എൻ്റെ പേര് ബീന. എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെ 4ാമത്തെ മകളാണ് ഞാൻ. എൻ്റെ ഭർത്താവിൻ്റെ പേര് ബോബി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞു. എൻ്റെ മക്കളാണ് 4 പേര്. മൂത്തയാൾ ബെന്ന്, 2ാമത്തെ ആൾ ബെനിറ്റോ, 3ാമത്തെ ആൾ ബിയ, 4ാമത്തെ ആൾ ബെല്ല. എന്നെ കെട്ടിച്ചിരിക്കുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്, കേരളം എന്ന സ്ഥലത്താണ്. ഞങ്ങൾ മക്കളായിട്ട് ഞങ്ങൾ സൗദിയിലായിരുന്നു. കുറച്ച് വർഷങ്ങളായി ഇപ്പം ഞാനും പിള്ളേരും ഇവിടെ വന്നിട്ട്, ഭർത്താവ് സൗദിയിലാണുള്ളത്. മാതാപിതാക്കളുടെ ആ സ്നേഹവും പരിഗണനയും അവരുടെ പ്രാർത്ഥനാ ജീവിതമാണ് ഇന്നും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഞങ്ങളെ നിർബന്ധം ചെലുത്തുമായിരുന്നു. അതിന്നും ഞങ്ങൾ മാറിയിട്ടില്ല. എൻ്റെ മക്കൾക്ക് ഒരുമാതിരി 1-2 വയസ്സായപ്പോൾ തൊട്ട് ഇവരെയും ഞാൻ എന്നും പള്ളി കൊണ്ടുപോകും. ഇന്നും ഇവർ പള്ളിയോട് ചേർന്ന് നിന്ന് ജീവിക്കുന്നത് ഈ മാതാപിതാക്കളുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇവർ മൂത്തയാൾ പള്ളിയിൽ കീബോർഡ് വായിക്കാനും 2ാമത്തെ ആൾ പാട്ട് പാടാനും, ഇവർ കൊയറിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നു, എല്ലാ സംഘടനയിലും പങ്കെടുക്കുന്നു. അത് ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഒരു വെളിച്ചം കൊണ്ട് മാത്രമാണിത്. പ്രത്യേകമായിട്ട് അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെ പള്ളി കൊണ്ടുപോയി ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇന്നും ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുവെന്ന് ഞങ്ങൾ അവരെ ഓർത്ത് അഭിമാനിക്കുന്നു. ഞങ്ങൾ സഹോദരങ്ങളാണേലും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ഇന്നും ഒരു സാഹചര്യം കിട്ടുമ്പോൾ ഒന്നിച്ചു കൂടാനും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും ഒന്നിച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കിടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഉള്ളിനുള്ളിൽ ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഇല്ലാതെ പരസ്പരം സ്നേഹത്തോടെയാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത്. മക്കൾക്കും ആ മാതൃക തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഭർത്താവാണേലും കൂടുതൽ പ്രാർത്ഥനയിലും എല്ലാം ഈ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച അവരുടെ ഏത് വർഷം വെക്കേഷൻ വന്നാലും അവരുടെ ഒരു അനുഗ്രഹം മേടിച്ചിട്ടേ പോവുകയുള്ളൂ. ആ ഒരു സ്നേഹത്തോടെ അവർ ജീവിക്കുന്നു. ആ സ്നേഹം ഞങ്ങൾക്ക് കാണിച്ചെന്ന ആ സ്നേഹമാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ മക്കൾക്കും പകർന്നു കൊടുക്കുന്നത്. പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എന്തെങ്കിലും സാംക്രമിക രോഗങ്ങൾ, കണ്ണിൻ്റെ അസുഖം, ജലദോഷം പോലുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ എല്ലാവർക്കും പടർന്നു പിടിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, അമ്മച്ചി പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു വരുമ്പോൾ അവരെല്ലാം സംരക്ഷിക്കുവാൻ അമ്മച്ചിക്ക് ഒരു കഴിവ് ലഭിക്കുകയും അമ്മച്ചിക്ക് അത് അസുഖം വരാതെയൊക്കെ ദൈവം സംരക്ഷിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾക്കും അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ ഞാൻ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് കൊടുക്കുമ്പോഴും കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ ദൈവം സംരക്ഷിക്കും
സന്തോഷിക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ മേഖലയുള്ള അപകടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണം അത് മുന്നിൽ കാണുവാനും അത് കണ്ടറിഞ്ഞ് ഞങ്ങളെ ഒത്തിരിയേറെ അപകടങ്ങളിൽ നിന്ന് മാതാവിൻ്റെയൊക്കെ പ്രത്യേക ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒരു സാക്ഷ്യമായിട്ട് തന്നെ ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ ഒരു അനുഗ്രഹം കൊണ്ടും അവരുടെ ജീവിത മാതൃക കൊണ്ടുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവരുടെ ഒരു മകളായി തീർന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ മേരി മത്തായി ദമ്പതികളുടെ 5ാമത്തെ മകനാണ്. മസ്കറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ലീവിന് വന്നതാണ്. ഇത് എൻ്റെ ഭാര്യ ജോർജീന. 2 മക്കളാണ്. ഒന്ന് ആൽബിൻ, അലൻ. എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാനും അവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുമുള്ള ഒരു പ്രചോദനം അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും കിട്ടാറുണ്ട്. എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാനിവിടെ ഈ തൊട്ടടുത്ത് തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ വേറൊരു ഭവനത്തിലായിരുന്നു. അവിടെ നിന്നും ഈ വീട് പണിയുടെ സമയത്തും എല്ലാം ഞങ്ങൾ ശരിക്കും ഓർക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും അപ്പച്ചനാണേലും അമ്മച്ചിയാണേലും എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് എല്ലാം അതിൻ്റെ വേണ്ടതായ രീതിയിൽ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട് പണി പൂർത്തീകരിച്ചത്. എൻ്റെ പേര് ജോർജീന. ഞാൻ താമരശ്ശേരി രൂപതയിലുള്ള ആളാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. ഈ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇവിടുത്തെ അപ്പച്ചനാണേലും അമ്മച്ചിയാണേലും വളരെ സ്നേഹമുള്ളവരാണ്, വളരെ ശാന്തശീലരാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സ്വന്തം മകളെ പോലെയാണ് അവർ എന്നെ കരുതുന്നത്, മരുമകളായിട്ടല്ല. ഏത് കാര്യങ്ങളാണേലും പറഞ്ഞും തന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞും അമ്മച്ചിയാണേലും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരും. ഇവിടെ ഞങ്ങൾ തൊട്ടടുത്താണ് വീട് വെച്ച് മാറി താമസിക്കുന്നത്. ഞങ്ങൾ 2 പേരും നേഴ്സുമാരാണ്. ഞങ്ങൾ സൗദിയിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ജോലി നിർത്തി വന്ന് അപ്പച്ചനും അമ്മച്ചിയൊക്കെ സഹായിച്ച് ഞങ്ങൾ വീടൊക്കെ പണിത് മാറി താമസിക്കുകയാണ്. പുള്ളിക്കാരൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിൻ്റെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങളും ചോദിക്കും, ഓരോ കാര്യങ്ങളെക്കുറിച്ചും അറിയാത്തതൊക്കെ ചോദിക്കും, പിള്ളേരുടെ കാര്യങ്ങളും അതും ഇതുമൊക്കെ ചോദിക്കും. പൊന്ത ചെല്ലുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും എപ്പോഴും അമ്മച്ചിയോട് വന്ന് പറയാം, അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഇന്ന കാര്യങ്ങളാണ് അമ്മച്ചി പ്രാർത്ഥിക്കണേ എന്നൊക്കെ ഞങ്ങളങ്ങനെ പറയും. അമ്മച്ചി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തിൽ കഴിഞ്ഞു പോകുന്നു. എൻ്റെ പേര് ബിജേഷ് മാത്യു. അപ്പച്ചൻ്റെയും അമ്മച്ചീൻ്റെയും 6 മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. ഞങ്ങളോടൊപ്പമാണ് അപ്പച്ചനും അമ്മച്ചിയും ഉള്ളത്. ഇതെൻ്റെ ഭാര്യ ജസ്ന ജോസ്. എൻ്റെ മൂത്ത മകള് മരിയ ബിജേഷ്. ഇത് 2ാമത്തെ മകൻ ക്രിസ് മാത്യു ബിജേഷ്. ഇത് ഇളയാൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എൽസ മോനിക്ക ബിജേഷ്. അപ്പച്ചൻ്റെ അമ്മച്ചീൻ്റെയും കൂടെ ഞങ്ങളാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് അപ്പച്ചൻ്റെ അമ്മച്ചീൻ്റെ കൂടെ താമസിക്കാൻ വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ മക്കളെല്ലാം വളരെ സന്തോഷവാന്മാരാണ് അതിൽ. കാരണം അവരുടെ കൂടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് കൊച്ചൊക്കെ കൂടുതൽ സമയം അപ്പച്ചൻ്റെ പുറകെ തന്നെയാണ് നടക്കുന്നത്. ഇവർ സ്കൂളിൽ പോകുന്നുണ്ട്, ഇവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ല. അതുകൊണ്ട് തന്നെ അപ്പച്ചൻ്റെ കൂടെ പറമ്പിക്കടയൊക്കെ നടന്ന് ഇവൾ സന്തോഷവതിയായിട്ടാണുള്ളത്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. അപ്പോൾ ഈ ഒരു കുടുംബത്തിലേക്ക് വരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിരിക്കുന്നത്. കാരണം ചേട്ടായി 2 ചേച്ചിമാർ ഇവരൊക്കെ ദൈവവിളി സ്വീകരിച്ചവരാണ്. അപ്പോൾ അവരവധിക്കും ഒക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒത്തിരി സന്തോഷമാണ് എല്ലാവരും കൂടി ഒരുമിച്ചുള്ളത്. അതുപോലെ ചേച്ചി കല്യാണം കഴിഞ്ഞ ചേച്ചിയും അവരുടെ മക്കൾ 4 മക്കളാണ് ചേച്ചിക്കുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു സന്തോഷം. അതുപോലെ ചേട്ടൻ ബിജോയ് ചേട്ടനും മക്കളും എനിക്കായിട്ട് വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന, സമാധാനത്തോടു കൂടി മുൻപോട്ട് പോകുന്നു. ഞങ്ങൾ 2015 അമ്മച്ചിയുടെ വാൽവ് മാറ്റിവെച്ചതാണ്. അപ്പോൾ അമ്മച്ചിക്ക് ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ആസ്മ, നമ്മുടെ വയനാട്ടിലെ കാലാവസ്ഥയ്ക്കായിട്ട് ബന്ധപ്പെട്ട അമ്മച്ചി ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ 10 വർഷമായി അമ്മച്ചീൻ്റെ വാൽവ് റീപ്ലേസ് ചെയ്ത സർജറി കഴിഞ്ഞിട്ട്. 2 വർഷം മുമ്പ് അമ്മച്ചി തീരെ വയ്യാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ICUലൊക്കെ ആയി ഞങ്ങളെല്ലാം വളരെ പേടിച്ചു പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ അമ്മച്ചി കൂടുതൽ ഇതായി സന്തോഷത്തോടു കൂടി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സന്തോഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അമ്മച്ചിയും അപ്പച്ചനും നോക്കുന്നത് പോലെ തന്നെ അമ്മച്ചിയും അപ്പച്ചനെയും ഒത്തിരി സന്തോഷത്തോടു കൂടി നോക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നു എന്നാണ് ഞങ്ങൾ കരുതുക. ഒരു മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെയാണ് അമ്മച്ചി എന്നെ കാണുന്നത്. എനിക്കായിട്ട് വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന, സമാധാനത്തോടു കൂടി മുൻപോട്ട് പോകുന്നു ഞങ്ങൾ.
മക്കളുടെ കാര്യം ഇപ്പോൾ വിജയ് പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു അധ്യാപികയാണ്. അപ്പം മക്കളെ ഏൽപ്പിച്ചിട്ട് ഇവരുണ്ടായ സമയം മുതൽ അപ്പച്ചനെയും അമ്മച്ചിനെയും ഏൽപ്പിച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോവുക. അപ്പോൾ അവരുടെ കാര്യങ്ങളിലെല്ലാം അത്രയും ശ്രദ്ധിച്ച് അപ്പച്ചനും അമ്മച്ചിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതുപോലെ അപ്പച്ചൻ ഇവരുടെ ഓരോരുത്തരുടെയും ആദ്യത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് അപ്പച്ചനാണ്. അപ്പച്ചൻ അത്രയും ഇവരുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കുമായിരുന്നു. അവരുടെ കൂടെയായിരിക്കാൻ മക്കൾ വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയാണ് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചുമക്കളെ തൻ്റെ ഒപ്പമിരുത്തി അവരെ കൊഞ്ചിക്കുമ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിക്കും കൂടുതൽ ചെറുപ്പമാവുകയാണ്. എൻ്റെ പേര് ബെൻ ജോസഫ് ബോബി. ഞാനാണ് ഈ വീട്ടിലെ മൂത്ത പേരക്കുട്ടി. ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കറിയാവുന്നത് ഫുട്ബോൾ കളിക്കുന്ന ഒരു അപ്പച്ചനെയാണ്. അപ്പച്ചനൊരു നടുവേലിലെ ഫുട്ബോൾ പ്ലെയറാണ്. നമ്മുടെ കൂടെ ഫുട്ബോളിന് വേണ്ടി കാൽ തൊട്ട് കളിക്കുന്ന അപ്പച്ചനെ കണ്ടുപരിചയമുണ്ട്. നമ്മളെക്കുറിച്ച് എങ്ങനെയാണ് ഒരു ഫുട്ബോൾ ഷൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചെന്നത് അപ്പച്ചനാണ്. ഈ ഓർമ്മകളാണ് എനിക്ക് അപ്പച്ചനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. അമ്മച്ചിയാണെങ്കിൽ വാത്സല്യമുള്ളൊരു അമ്മച്ചിയാണ്. സ്നേഹം മാത്രമേ ആ നാക്കുകളിൽ നിന്ന് വരുന്നേ ഉള്ളൂ. സ്നേഹമുള്ളൊരു അമ്മച്ചിയാണ്. സന്തോഷത്തോടെ ഇങ്ങനെ പോകും. എൻ്റെ പേര് ബെനീറ്റോ. ഞാൻ ഇവിടുത്തെ രണ്ടാമത്തെ പേരക്കുട്ടിയാണ്. എൻ്റെ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയാണ് അപ്പച്ചനും അമ്മച്ചിയും. ഞാൻ ഇവിടെ ഇപ്പോഴും എന്നും വരാൻ എനിക്ക് ഇഷ്ടമുള്ള ഇവരെ കാണണം. പിന്നെ ഇവിടെ എല്ലാവരുടെയും കൂടെ കളിക്കാൻ നല്ല രസമാണ്. പിന്നെ അപ്പച്ചൻ ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്താണ് വേണ്ടതെന്ന് എങ്ങനെയാണ് കളിക്കേണ്ടത്, പിന്നെ റഫറി ആയിട്ട് നിൽക്കും. അങ്ങനെ നമ്മളെ കളിക്കാൻ പഠിക്കും. അമ്മച്ചി പ്രാർത്ഥനാശീലങ്ങളെ നമ്മളെ പ്രത്യേകമായി പഠിപ്പിക്കും. നമ്മളെ ജീവിതം പ്രാർത്ഥനയോടനുബന്ധിച്ച് എങ്ങനെ വളർത്തണമെന്നാണ് അമ്മച്ചി ഞങ്ങളെ പഠിപ്പിക്കാറുള്ളത്. എൻ്റെ പേര് ആൽബിൻ. ഞാൻ 5ാമത്തെ പേരക്കുട്ടിയാണ് ഇവിടുത്തെ. അപ്പച്ചനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പച്ചൻ നല്ല ഫുട്ബോൾ പ്ലെയറാണ്. എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് പ്രാർത്ഥനയിലൊക്കെ വളരാൻ വേണ്ടി പരിശീലിപ്പിക്കുന്നുണ്ട്. അമ്മച്ചി അതുപോലെ തന്നെ പ്രാർത്ഥനയിലും വളരാനും മറ്റു പാട്ടുകളും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഫൊറോന പള്ളി ഇടവകയുടെ ഇടയൻ അക്ഷരാർത്ഥത്തിൽ ആടുകളോടൊപ്പം നിൽക്കുന്ന കരുണയുള്ള, കരുതലുള്ള, കാവലുള്ള ഒരു നല്ല ഇടയൻ. ഈ കോയിക്കാട്ടിൽ കുടുംബത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന അച്ഛൻ ഈ കുടുംബത്തിൻ്റെ എല്ലാ പൾസും അറിയുന്നയാളാണ്. അച്ഛൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഈ ഇടവകയിൽ ഏറ്റവും മാതൃകപരമായ ജീവിതം നയിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അതിൽ ഒരു കുടുംബമാണ് കോയിക്കാട്ടിൽ മത്തായി മേരി കുടുംബം. 6 മക്കളുള്ള കുടുംബത്തിൽ മത്തായി മേരി മക്കൾ, അവിടെ കുട്ടികൾ, അങ്ങനെ 3 ജനറേഷൻ ഉൾപ്പെടുന്ന മക്കളാണ് കുടുംബത്തിൽ ജീവിക്കുക. ഏതൊരു വിധത്തിലും ഈ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നല്ല പ്രാർത്ഥനാ ചൈതന്യമുള്ള, ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു കുടുംബം, കൂടെ നന്നായിട്ട് അധ്വാനിക്കുന്ന കുടുംബം, മാതാപിതാക്കന്മാർക്ക് മക്കളോടുള്ള കരുതലും സ്നേഹവുമുള്ള ഒരു കുടുംബമാണ്. അതിലേറെ ഈ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ കാര്യത്തിലും മാതാപിതാക്കന്മാർക്ക് വിധേയരായിട്ട് ജീവിക്കുന്ന മക്കൾ. ബിജേഷ് എന്ന് പറയുന്ന 2ാമത്തെ പുത്രൻ്റെ കുടുംബത്തിലാണ് മാതാപിതാക്കന്മാർ ജീവിക്കുക. ബിജേഷ് മതാധ്യാപകനാണ്, ഭാര്യ ജസ്നയും മതാധ്യാപകനാണ്. അങ്ങനെ മൊത്തത്തിൽ ആ കുടുംബത്തെ നോക്കുമ്പോൾ നല്ലൊരു മാതൃകാപരമായ ഒരു കുടുംബമായിട്ട് നമുക്കൊരു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ദൈവം ധാരാളമായിട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായ ഉയർച്ച,
അതുപോലെ ആത്മീയമായ തലത്തിൽ മക്കളുടെ പ്രേക്ഷിത മേഖലകളിൽ അവരത് നന്നായിട്ട് സേവനം ചെയ്ത് കടന്നു പോകുന്നവരാണ്. അപ്പോൾ ഇടവയിൽ വേറെ പല കുടുംബമുണ്ടെങ്കിലും ഏറ്റവും നല്ലൊരു മാതൃപരമായ കുടുംബം നയിക്കുന്ന ഈ കോയിക്കാട്ടിൽ കുടുംബത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീൻമേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ഇതാണ് കോയിക്കാട്ടിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകുന്ന മാതൃക. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. പ്രിയപ്പെട്ട ചാച്ചൻ്റെ അമ്മച്ചിയുടെയും ദാമ്പത്യ ജീവിതത്തിന് 55-ാമത്തെ വർഷം പൂർത്തിയായി. വളരെ വിജയകരമായി അത് പൂർത്തിയാക്കി. ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ആഘോഷിക്കാൻ നമുക്ക് സാധിച്ചത്. അവിടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ ആയിരിക്കുമ്പോൾ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇവിടെ ഉണ്ട്. അവരെല്ലാം നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുകയാണ് പ്രിയപ്പെട്ട വല്യപ്പച്ചനെയും വല്യമ്മച്ചയും. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ കേക്ക് മുറിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ചാച്ചനെയും അമ്മച്ചയും ക്ഷണിക്കുകയാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന ഏറ്റവും മഹത്വമുള്ള ഒരു ചിന്ത ഇന്ന് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് അവഗണിക്കപ്പെടുമ്പോൾ ഇന്നുള്ള മക്കൾക്ക് ഒരു നല്ല സന്ദേശം ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ അഭിവന്യ പോളി കണ്ണൂക്കാടൻ പിതാവ് നൽകുന്നത് ഇപ്പോൾ നമുക്ക് കേൾക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ദൈവകൽപ്പന നമ്മോട് അനുശാസിക്കുന്നു. സഭയും സമൂഹവും മാതാപിതാക്കളോട് ആവശ്യമായിട്ടുള്ള കാരുണ്യവും ആദരവും പ്രകടമാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട്. തങ്ങളുടെ അധ്വാനവും തങ്ങളുടെ സമ്പത്തും തങ്ങൾക്കുള്ളതൊക്കെ മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്ത് വാർദ്ധക്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ മാതാപിതാക്കളെ കൈവിടുന്നത് വലിയ അധാർമികതയും അനീതിയുമാണ്. കാരണം തങ്ങളുടെ നല്ല കാലഘട്ടത്തിൽ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. തങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ മക്കള് കരുതലുള്ള സ്നേഹം പ്രകടമാക്കുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം ദുരിതപൂർണമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. മക്കളെ, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കൈവിടരുത്. അവരെ കരുതലോടുകൂടെ പരിഗണിക്കാനും കരുതലോടുകൂടെ സംരക്ഷിക്കാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ
അത് നിങ്ങളുടെ ഭാവിയിലും നന്മ ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിലും നന്മ ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാ മക്കളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒരു ദൈവാനുഭവമുള്ള, ദൈവ അനുഗ്രഹമുള്ള, സ്വർഗത്തിൻ്റെ ഭൂമിയിലെ പതിപ്പായ തിരുക്കുടുംബത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ കോയിക്കാട്ടിൽ കുടുംബം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. സഹോദരന്മാർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര സന്തോഷപ്രദവും വിശിഷ്ടവുമാണ്. കാരണം അവിടെയാണ് ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും ജീവനും. ഒരു നല്ല ജീവനുള്ള കുടുംബമാണ് ഇവിടെ. ഈ കൊച്ചുമക്കൾ തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അത് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, സുഭാഷിതങ്ങളിലൊക്കെ ഈ ചിത്രം കാണാൻ പറ്റും. ഇത് സ്വർഗം ഇവിടെയാണ്. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടമാണെന്ന് തോന്നുന്നു. നല്ല ജീവനുള്ള കുടുംബം, കൂട്ടായ്മയുള്ള കുടുംബം, പങ്കുവയ്ക്കുന്ന കുടുംബം, പരസ്പരം മനസ്സിലാക്കുന്ന കുടുംബം, വിശ്വാസ ജീവിതം നയിക്കുന്ന കുടുംബം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബം. 1950 ഇങ്ങോട്ട് കുടിയേറി ആ നിമിഷം തൊട്ട് ദൈവത്തിൻ്റെ കരം പിടിച്ച് മക്കളെ, ദൈവം നൽകിയ 5 മക്കളെയും അതിൽ 3 പേർ ദൈവിക ശുശ്രൂഷയ്ക്കായി സമർപ്പണം ചെയ്യപ്പെട്ടവർ. എത്രയോ അനുഗ്രഹമുള്ളൊരു കുടുംബം. അപ്പോൾ ഇവിടെ ആ കൂട്ടായ്മ, ആ പങ്കുവയ്ക്കുന്ന സ്നേഹമുള്ള അനുഭവം, ഇത് തന്നെയാണ് സ്വർഗം. ഈ കുഞ്ഞു മക്കൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നും സമ്മാനമാണെന്നും ഉള്ളതിൻ്റെ തെളിവ് ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്ക് ജീവനുള്ള അനുഭവമാണ്. ദൈവം ഒത്തിരി കഴിവുകൾ ഈ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തിനു വേണ്ടി വളർത്തി, മാതാപിതാക്കൾക്ക് കിട്ടിയ മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തി. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, വലിയ കൃപ അവരിലൂടെ ഈ കുടുംബത്തിന് ലഭിക്കുന്നു. ദൈവം നൽകിയ 6 മക്കളെയും ദൈവത്തിനു വേണ്ടി വളർത്തി അതിൽ പകുതി ദൈവിക ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചു. അങ്ങനെ ദൈവാനുഗ്രഹം ഈ ഭവനത്തിലേക്ക് ഒഴുകി വരുന്ന ചാനലുകളായി ആ മക്കൾ 3 പേരും മാറി എന്നുള്ളതാണ്. ദൈവത്തിനു വേണ്ടി മക്കളെ വളർത്തിയതിൻ്റെ അനുഗ്രഹമാണ് അവിടെ. ദാമ്പത്യ ജീവിതത്തിൽ 55 വർഷം പൂർത്തിയാക്കുന്ന ഈ നല്ല മാതാപിതാക്കൾക്കും മക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നല്ല കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.